മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 370-ാമത്തെ എപ്പിസോഡിൽ ക്യാംഫർ എന്ന അധ്യായത്തിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഒരു ചെറിയ ഭാഗത്ത് വളരെ വിലപ്പെട്ട വിവരങ്ങളാണ്. ഓരോ വരിയും വിലപ്പെട്ട വിവരങ്ങളാൽ കെൻ്റ് നിറച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ 10-30 വർഷത്തിലധികം മുമ്പ് ഞാൻ വായിച്ചതാണ്. പക്ഷേ ഇതിൽ ഓരോ വരിയും ഓരോ കാര്യവും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. വളരെ രസകരമായി ഇതിൻ്റെ ലക്ഷങ്ങളുടെ ആ ഒരു സങ്കീർണ സ്വഭാവം, അതിൻ്റെ ഒരു വൈരുദ്ധ്യാത്മകത, അതൊക്കെ എൻ്റെ ഓരോ തവണയും പല തരത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു അതുകൂടാതെ ഈ വൃദ്ധരുടെ പരിചരണത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാധാന്യം കൂടി വരികയാണ്. വൃദ്ധമന്ദിരങ്ങളേറി വരുന്നു, ഒറ്റപ്പെട്ടുപോയ വൃദ്ധരുടെ എണ്ണം കൂടുന്നു, മനുഷ്യൻ്റെ ജീവിത ദൈർഘ്യം കൂടി വരുന്നു, വാർദ്ധക്യകാല രോഗങ്ങളുടെ എണ്ണം കൂടി വരുന്നു. അവരുടെ കെയറിങ്ങിൽ വളരെ വിലപ്പെട്ട ചില ഔഷധങ്ങൾ, ഒരു ഹോമിയോപ്പതിക് ജീറിയാട്രിക് കെയറിന് അടിത്തറയിടാവുന്ന ചില ഔഷധങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട സൂചന, വൃദ്ധർക്ക് വരുന്ന അസുഖങ്ങളുടെ സവിശേഷതയെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. അതുകൂടാതെ ക്യാൻസറിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ, അത് വീണ്ടും അതിൻ്റെ ടെമ്പറേച്ചർ ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ക്യാൻസർ അമിത ലൈംഗികതയ്ക്കും അതേപോലെ ലൈംഗിക ശേഷി ഇല്ലായ്മയ്ക്കും ഒരേപോലെ ഈ ഔഷധം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചും വളരെ രസകരമായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് കെൻ്റ് പറയുന്നുണ്ട്. നമുക്കത് പരിശോധിക്കാം. There is suffering in the urinary and sexual organs. Burning urination, മൂത്രമൊഴിക്കുമ്പോൾ പൊള്ളൽ, ബ്ലാഡറുമായിട്ടും മറ്റുമൊക്കെ ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണ് വരുന്നത്. മൂത്രമൊഴിക്കുമ്പോൾ പൊള്ളലുണ്ട്. സ്ട്രാങ്കുറി, മൂത്രം തുള്ളിയായേ പോവുകയുള്ളൂ, പക്ഷെ ഭയങ്കര വേദനയായിരിക്കും. നേരത്തെയും പല ഔഷധങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതിന് ഗുണേറിയാനുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള അവസ്ഥ അല്ലെങ്കിലും അത് ഇവിടെ ഉണ്ട്. ഫ്രീക്വൻറ്റ് യൂറിനേഷൻ, ഇടക്കിടക്ക് മൂത്രമൊഴിക്കണം. ഫ്രീക്വൻറ്റ് ഡിസയർ വിത്ത് ഡിഫിക്കൽറ്റി, ഇടക്കിടക്ക് പോകണമെന്നുള്ള തോന്നൽ, പക്ഷേ പോകാൻ വലിയ പ്രയാസമാണ്. ദ സെയിം സ്റ്റേറ്റ് അറൈസ് ഇൻ ദ ബ്ലാഡർ ആസ് ഇൻ ദ റെക്ടം. മലശോധനയുടെ കാര്യത്തിലും മൂത്രത്തിൻ്റെ കാര്യത്തിലും രണ്ട് സമാനമായ അവസ്ഥയാണ്. പോകണമെന്ന് തോന്നും, ഭയങ്കരമായിട്ട് പോകുന്നു, പക്ഷേ പോവില്ല. ദർ ഇസ് റിട്ടൻഷൻ വിത്ത് ഹൊറിബിൾ ടോർച്ചർ. മൂത്രം കെട്ടി നിൽക്കുന്നു, ഹൊറിബിൾ ഭയാനകമായ പീഡ അനുഭവിക്കുന്നു. ദ പേഷ്യൻ്റ് സിറ്റ്സ് ഓൺ ദ കൊമോഡ് ആൻഡ് സ്ട്രെയിൻസ് ടു പാസ് ദ യൂറിൻ, ബട്ട് ദർ ഇസ് എ പാരലിറ്റിക് കണ്ടീഷൻ ഓഫ് ദ ബ്ലാഡർ. പോയി മൂത്രമൊഴിക്കായിരുന്നു, പക്ഷെ പോകുന്നില്ല. ഒരു തളർച്ച, ബ്ലാഡറിൻ്റെ മൂത്ര വ്യവസ്ഥയുടെ പേശികളിലൊരു തളർച്ച വന്ന പോലെ. ദ യൂറിൻ ഇസ് റെഡ്, ബ്ലഡി ആൻഡ് കംസ് ബൈ ഡ്രോപ്സ് ലൈക്ക് കാന്താറിസ്. മൂത്രത്തിൽ ചുവപ്പ് നിറം, രക്തം കലർന്നത് തുള്ളി പോലെ, കാന്താറിസ്. നേരത്തെ പറഞ്ഞില്ലേ എലിപ്പനി എന്ന് പേര് വരുന്നതിന് മുൻപ് ഇതിന് കാന്താറിസ് കൊണ്ട് അതിനെ വളരെ വിജയകരമായിട്ട് നേരിട്ട് ICU ഇറക്കിക്കൊണ്ട് പോകുന്നൊരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അന്ന് റെപ്പർട്ടൈസ് ചെയ്യുമ്പോൾ കാന്താറിസിൻ്റെ കൂടെ ക്യാംഫർ ഇടക്ക് ഇങ്ങനെ കയറി വന്നിരുന്നു. അന്നാണ് ക്യാംഫറിനെ കുറിച്ച് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. ടെനസ്മസ് ഓഫ് ദ നെക്ക് ഓഫ് ദ ബ്ലാഡർ, മൂത്രസഞ്ചിയുടെ അഗ്രഭാഗത്തിൻ്റെ കഴുത്തിൽ ഈ പറഞ്ഞ പോലെ മൂത്രം ഒഴിക്കണമെന്നുള്ള ഭയങ്കരമായ താല്പര്യം, പക്ഷേ പോകാതെ വരുന്ന അവസ്ഥ. ക്യാൻസർ ഇൻക്രീസ് ദ സെക്ഷൽ എറിത്തിസം ടു ആൻ അൺബെയറബിൾ ഡിഗ്രി. ലൈംഗിക അഭിനിവേശത്തെ അസഹനീയമായൊരു തലത്തിലേക്ക് ക്യാൻസർ ഉയർത്തുന്നു, അസഹനീയമായ തലത്തിലേക്ക് ഉയർത്തുന്നു. പക്ഷേ ലൈംഗിക ശേഷി വർദ്ധിക്കാൻ വേണ്ടി ക്യാൻസർ കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഴപ്പമുണ്ടാവും. അതിനെക്കുറിച്ച് കെൻ്റ് പറയുന്നുണ്ട്. In some cases, from large doses, this is seen in the extreme, and in other cases, the reverse take place. ചില കാര്യത്തിൽ ലാർജ് ഡോസ്, മെറ്റീരിയൽ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ സംഭവിക്കും, അമിത ലൈംഗികത. ഇനി ചിലപ്പോൾ അതിന് നേരെ വിപരീതം വരാം. ഇറ്റ് ഹാസ് ബോത്ത് സെക്ഷൽ എറിത്തിസം ആൻഡ് ഇമ്പോർട്ടൻസി, രണ്ടുമുണ്ട്. ഇൻ ഇറ്റ്സ് പ്രൂവ് ചെയ്യുമ്പോഴും ഇത് രണ്ടും വരുന്നുണ്ട്. ഇനി രസകരമായിട്ടുള്ളൊരു ഒരു അനുഭവം കെൻ്റ് പറയുകയാണ്. I once knew a French woman who had an insane desire to keep her boys always at home with her.
തൻ്റെ ആൺമക്കൾ മുതിർന്ന ശേഷവും അവരവരുടെ സ്വന്തം ജീവിതം തേടി പുറത്തേക്ക് പോകുക എന്നുള്ള ഏത് അമ്മയുടെയും ഏതച്ഛൻ്റെയും ആരുടെയും ആഗ്രഹവും സ്വപ്നവും. പക്ഷേ ചില സ്ത്രീകൾ, വളരെ പൊസസീവായിട്ടുള്ള ചില അമ്മമാർ, ചില ഉറ്റ ബന്ധുക്കൾ, മക്കൾ കൂടിവിട്ട് പോകുന്നത് അവർക്കിഷ്ടമല്ല. എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കണം, അവരുടെ വെളിപ്പുറത്തുണ്ടാകണം എന്നുള്ള ചിന്ത. അതൊരു രോഗാതുരമായൊരവസ്ഥയാണ്. അങ്ങനത്തെ ഒരു സ്ത്രീ അതിനുവേണ്ടി ചെയ്ത മാർഗം, ആൻഡ് ഷീ തോട്ട് ഷീ കുഡ് അക്കംപ്ലിഷ് ദിസ് ഇഫ് ഷീ കുഡ് ഓൺലി കീപ് ദം എവേ ഫ്രം ദ ഗേൾസ്. പെൺകുട്ടികളോട് അവർക്ക് ആ പ്രായത്തിലുണ്ടാകുന്ന സ്വാഭാവികമായ ഇഷ്ടം, അടുപ്പം, താല്പര്യം, ആ ചോദനകളെ ഇല്ലാതാക്കിയാലേ ആൺകുട്ടികൾ എപ്പോഴും തന്നോടുകൂടെ നിൽക്കുമെന്ന് ആ സ്ത്രീയുടെ ഒരു വക്രബുദ്ധി അവരങ്ങനെ ചിന്തിച്ചു. ആൻഡ് ടു ഡിസ്ട്രോയ് ദെയർ സെക്ഷൽ ഡിസയർ ഷീ കെപ്റ്റ് എ ബാഗ് ഓഫ് ക്യാംഫർ അണ്ടർ ദെയർ പില്ലോസ്. അതുകൊണ്ട് എപ്പോഴും അവർക്ക് കർപ്പൂരത്തിൻ്റെ മണം കിട്ടണം. അതിന് വേണ്ടിയിട്ട് കർപ്പൂരം ചെറിയ സഞ്ചിയിലാക്കി അവരുടെ തലേണയുടെ അടിയിൽ കൊണ്ട് വെച്ച് കൊടുത്തു. ചിന്ത കേട്ടില്ലേ? ഇവിടെ ഇതേപോലെ ചെയ്യുന്ന കടുക്ക, ഒരു കായ, നമ്മുടെ കടുക്ക, നെല്ലിക്ക, താങ്ങിക്ക, ത്രിഫലയിൽപ്പെട്ട കടുക്ക ഇട്ട് തിളപ്പിച്ച് വെള്ളം കൊടുക്കും. ഈ സന്യാസ ആശ്രമങ്ങളിൽ, എല്ലാ മതങ്ങളിലെയും, ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും ബുദ്ധമതക്കാരുടെ അതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇത് കൊടുക്കും. കടുക്ക വെള്ളം ഇട്ട് കുടിക്കാൻ കൊടുക്കും. അവർക്ക് അവരുടെ ഒരു ബ്രഹ്മചര്യം അവരിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു കൃത്രിമ മാർഗം എന്നതിൽ ഒരു ക്യാംഫർ. അപ്പോൾ ഓൾ ഓഫ് ദം വേർ മെയ്ഡ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് എല്ലാവരുടെയും പൊട്ടൻസി പോയി, ഇമ്പോർട്ടൻ്റ് ആയി. ബട്ട് ഇൻ സം പ്രൂവേഴ്സ് ദിസ് എസ്റ്റാബ്ലിഷ് സെക്ച്വൽ എറിത്തിസിസം. ഇനി ഇത് പ്രൂവിങ്ങിൽ വരുമ്പോൾ, ഹോമിയോപ്പതി പ്രൂവിൽ വരുമ്പോൾ, ചില ആളുകളിൽ ഇമ്പോർട്ടൻസിയിലാണ് ഉണ്ടാക്കുന്നത്, അമിത ലൈംഗികത ഉണ്ടാക്കുന്നത്. ഇറ്റ് ഹാസ് ദിസ് ലൈക്ക് കാന്താറിസ്. കാന്താറിസിലും ഇതേപോലെയുണ്ട്. കാന്താറിസും ക്യാംഫറും ഇങ്ങനെ ഒരേപോലെ പോകുന്നു പല കാര്യങ്ങളിലും. ഇനിയാണ് ആ ഒരു വൃദ്ധരുടെ പരിചരണത്തിൽ, വൃദ്ധരുടെ നല്ല കുട്ടികളുടെയൊക്കെ വരുന്നു, പക്ഷേ വൃദ്ധരുടെ കാര്യം എടുത്ത് പറയുന്നത്. ക്യാംഫർ പ്രൊഡ്യൂസസ് എ കൊറൈസ വിത്ത് എ പ്രൊഫ്യൂസ് ഡിസ്ചാർജ് ഫ്രം ദ നോസ് ആൻഡ് ഫ്രം ദ എയർ പാസേജസ് ഫ്രം ദ നോസ് ടു ദ ബ്രോങ്കി. മൂക്ക് മുതൽ ശ്വാസകോശത്തിലെ ചെറിയ നാളികൾ വരെ വീക്കം ഉണ്ടായിട്ട് അവിടുന്ന് നീരിളക്കം, ജലദോഷം എന്ന് പറയുന്നുണ്ടാകുന്നു. ബ്രോങ്കൈറ്റീസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ഓൾഡ് പീപ്പിൾ. കുട്ടികളിലും വൃദ്ധരിലും ഒരേപോലെ ബ്രോങ്കൈറ്റീസ് ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഈ ഒരു ബ്രോങ്കിയൽ പാസേജസിൽ വീക്കം ഉണ്ടായ ശേഷം. ഇനി ആ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരികയാണ്. ഓൾഡ് വിതേർഡ് പീപ്പിൾ ടേക്ക് കോൾഡ് അറ്റ് എവറി എക്സ്പോഷർ ടു വെതർ ആൻഡ് ബിക്കം കോൾഡ് ആൻഡ് ചില്ലി. മുതിർന്ന ആകെ ഒരു അധ്വാനം കൊണ്ടും ജീവിതക്ലേശങ്ങൾ കൊണ്ടും ആകെ തളർന്ന് ക്ഷീണിച്ച ആളുകൾ, മുതിർന്നിട്ടും ആരോഗ്യവാന്മാരുണ്ട്, ആരോഗ്യവതികളുണ്ട്, അങ്ങനെയല്ല. പൊതുവെ ആളുകൾ മുതിർന്ന് പ്രായം ചെന്ന് കഴിയുമ്പോൾ അവർ ആ ജീവിതകാലമുള്ള അധ്വാനം കൊണ്ട് അവർ ആകെ അവശരാകും. അവർ പെട്ടെന്ന് തണുപ്പടിക്കും. സാധാരണ ആളുകൾക്ക് എടുക്കുന്നതിനെ കൂടുതൽ പെട്ടെന്ന് തണുപ്പടിക്കും. പൊതുവെ ഇവിടെ ഈ കർക്കിടക മാസം, ഇപ്പോൾ കർക്കിടക മാസമാണ്. കർക്കിടക മാസം ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണമൊക്കെ നടത്തും. എന്തുകൊണ്ടാണ്? പണ്ട് കാലത്ത് കർക്കിടക മാസം ഇപ്പോൾ ഒരു പെട്ടെന്ന് ഇങ്ങനെ കനത്ത മഴ ഏതാനും ദിവസങ്ങൾ വഴി വന്നു പോകുന്നു. പക്ഷേ എൻ്റെയൊക്കെ മുൻതലമുറയിൽ, ഞാൻ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ ക്ലൈമറ്റോളജി പഠിക്കുന്ന സമയത്ത് വെതർ റെക്കോർഡ്സ് നോക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ 40s 50s ആ സമയത്തൊക്കെ ഈ കർക്കിടക മാസത്തിൽ ഇടവിടാതെ മഴയാണ്. വലിയ കനത്ത മഴ ഇതേപോലെയുള്ള ടൊറൻഷ്യൽ ഡൗൺ പവർ അല്ല, അതല്ല, അത് പിന്നെ അസ്വാഭാവിക അൺനാച്ചുറലാണ്. ഇതങ്ങനെയല്ല, മഴ ഇങ്ങനെ നിരന്തരം പെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ കിഴക്കൻ മേഖലയിലാണെങ്കിൽ മിക്കവാറും വർഷം തോറും പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെ സൂര്യപ്രകാശം വരാതെ എപ്പോഴും മഴ പെയ്ത് തണുത്തിരിക്കുന്ന സമയത്താണ് പ്രായം ചെന്ന ആളുകൾ മരിക്കുന്നത്. കർക്കിടക മാസത്തിൽ മരണനിരക്ക് കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായി പറയുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് രാമായണ പാരായണം ഒക്കെ നടത്തുന്നത്. എപ്പോൾ മരിച്ചാലും രാമായണം കേൾക്കവേ മരിക്കുക, അങ്ങനത്തെ ഒരു. അപ്പോൾ അതാണ് പറയുന്നത്, മുതിർന്ന പ്രായം ചെന്നവരെ പെട്ടെന്ന് തണുപ്പടിക്കും. ഇനി 3 ഔഷധങ്ങൾ പറയുകയാണ്. ആൻറ്റിക്രൂട്ട്, അമോണിയം കാർബ് ആൻഡ് കാംഫർ ആർ വണ്ടർഫുൾ റെമഡീസ് ഇൻ ഒക്ടോജനറിയൻസ്. 80s എത്തിയിരിക്കുന്നവർ, പ്രായം തികഞ്ഞു, അവർക്ക് മരണത്തിനുള്ളൊരു സമയമായി. പിന്നീട് ആരോഗ്യമുണ്ടെങ്കിൽ ആയുസ് കിട്ടും, അത്രേ ഉള്ളൂ. 80s എത്തിയിരിക്കുന്നത്, ഇപ്പോഴും 70s ആകാം.
എത്തി നിൽക്കുന്നവരിൽ ഇത്തരം പ്രശ്നങ്ങൾ, തണുപ്പടിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അത്ഭുതകരമായ ഫലമുണ്ടാക്കുന്ന 3 ഔഷധങ്ങൾ: ആൻറ്റിക്രൂഡം, അമോണിയം കാർബ്, കാംഫർ. വണ്ടർഫുൾ റെമഡീസ്. എവരി കോൾഡ് സീംസ് ത്രട്ടനിങ്. ഓരോ തണുപ്പും അവർക്ക് ഭീഷണിയാണ്. ഇപ്പോൾ യൂറോപ്യൻ പ്രദേശങ്ങളിൽ മഞ്ഞ്, തണുപ്പ് കാലം, വിൻ്റർ, സബ്സീറോ ടെമ്പറേച്ചർ. അവിടെ മഴയല്ല, മഞ്ഞിൻ്റെ പ്രശ്നം. ഇവിടെ നമ്മുടെ കർക്കിടക മാസത്തിലെ തണുപ്പിൻ്റെ പ്രശ്നം. ഓൾഡ് പീപ്പിൾ ഡോണ്ട് കം ഡൗൺ വിത്ത് കോൾഡ് ദ സെയിം ആസ് യങ് പീപ്പിൾ. They are prostrated, singing, have rattling in the chest, and the family thinks it is the death rattle, and that it is grandpa's last spell. അപ്പോൾ ചെറുപ്പക്കാരെ പോലെയല്ല മുതിർന്നവരിൽ തണുപ്പടിക്കുന്നത്. ചെറുപ്പക്കാരിൽ തണുപ്പടിച്ച് തുമ്മലും ചേരിലും ചുമയൊക്കെയിട്ട് അങ്ങനെ പോകും. ഇവരങ്ങനെയല്ല. ഇവർ വന്നിട്ട് പെട്ടെന്ന് പ്രൊസ്ട്രേറ്റഡായി പോകും, തളർന്നടിഞ്ഞു പോകും. സിങ്കിങ്, അവരുടെ ജീവൻ മരണത്തിലേക്ക് പോകുന്നു. ആൻഡ് റാറ്റ്ലിങ്, നെഞ്ചിലിങ്ങനെ കുറുങ്ങൽ വന്നിട്ട് മരണാസന്നരിലുണ്ടാകുന്ന കഫക്കെട്ടിയുണ്ടാകുന്ന ഡെത്ത് റാറ്റ്ലിങ്, അവരിലുണ്ടാകുന്ന പോലുള്ള കുറുക്കൽ. അപ്പോൾ വിചാരിക്കും അപ്പൂപ്പൻ, മുത്തശ്ശൻ, മുത്തശ്ശി മരിക്കാൻ പോവുകയാണ് എന്ന് ആളുകൾ ചിന്തിക്കും. ദീസ് 3 റെമഡീസ് ഫിറ്റ് ദ കേസ്. ഈ 3 ഔഷധങ്ങളും അപ്പോൾ യോജിക്കും. നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടേക്കുക: ആൻറ്റിക്രൂഡം, അമോണിയം കാർബ്, കാംഫർ. ദേ ആർ ലൈക്ക് ദ അഡ്വാൻസ് സ്റ്റേജസ് ഓഫ് ന്യൂമോണിയ. ന്യൂമോണിയയുടെ വളരെ ഗുരുതരമായ രൂക്ഷമായ അവസ്ഥകൾ, ആ അവസ്ഥകളിലേതുപോലുള്ള ലക്ഷണങ്ങളാണ് ഇവയിലുള്ളത്. ഇനി വീണ്ടും പറയുന്നു: ആൻറ്റി-ടാർട്ട്, ആൻറ്റി-ക്രൂഡ്, അമോണിയം കാർബ് ആൻഡ് കാംഫർ കവർ ദീസ് കേസസ് ഇൻ വിച്ച് ദ ഹോട്ട് സ്റ്റേജ് ഈസ് ഒമിറ്റഡ്. ചൂടിൻ്റെ അവസ്ഥ, ചൂടും പനിയും വരുന്നൊരവസ്ഥ ഇല്ല, അതില്ലാതെ തണുപ്പടിച്ചു വരുന്ന പ്രശ്നങ്ങളാണെങ്കിലാണ് ആൻറ്റി-ടാർട്ട്, ആൻറ്റി-ക്രൂഡം, അമോണിയം കാർബ്, കാംഫർ. അവിടെയാണ് ആ ഒരു ചൂടും തണുപ്പും തമ്മിലുള്ള കാംഫറിലെ ഒരു വൈരുദ്ധ്യം വരുന്നത്. കാംഫർ ഹാസ് വെരി ലിറ്റിൽ ഹീറ്റ്. കാംഫറിൻ്റെ കാര്യത്തിൽ ചൂടെന്ന് പറയുന്നത് ഇല്ല, ചൂടിൻ്റെ പ്രശ്നമില്ല. ഇറ്റ് ഹാസ് എ സെൻസേഷൻ ഓഫ് ഹീറ്റ്. ചൂടിൻ്റെ ഒരു തോന്നലുണ്ട്, ചൂടിൻ്റെ ഒരു അനുഭവമുണ്ട്. ബട്ട് നോട്ട് എ മാർക്ഡ് ഹോട്ട് സ്റ്റേജ്. പക്ഷേ പനിയുടേതായിട്ടുള്ള അത്രയ്ക്ക് രൂക്ഷമായ പനിയുടെ ഒരു അവസ്ഥയില്ല. ദർ ആർ അതർ സിംറ്റംസ് ഇൻ ദിസ് മെഡിസിൻ സച്ച് ആസ് യു വിൽ ഫൈൻഡ് ഇൻ ഓൾഡ് പീപ്പിൾ. മുതിർന്നവരിലും വൃദ്ധകളിലും കാണുന്ന മറ്റു പല പ്രശ്നങ്ങളും ക്യാൻഫറിലുണ്ട്. അപ്പോൾ വൃദ്ധപരിചരണത്തിൽ പൊതുവെ ഉപകരിക്കുന്ന ഔഷധമാണ് ക്യാൻഫർ. ജേർക്കിംഗ് ഓഫ് ദ മസിൽസ്, ട്രംബ്ലിംഗ് ഓഫ് ആൻഡ് ജേർക്കിംഗ്. പേശികളിൽ വലിച്ചുകോച്ചൽ, വിറയൽ. സ്പാസ്മോഡിക് കണ്ടീഷൻസ് വിത്ത് ട്രംബ്ലിംഗ്, വലിച്ചുകോച്ചുന്നൊരവസ്ഥകൾ, അനിയന്ത്രിതമായി വലിച്ചുകോച്ചുന്നു. വിറയൽ, ട്രംബ്ലിംഗ് ഓഫ് ദ ടങ്, നേരത്തെ കണ്ടു, നാവ് വിറയ്ക്കുന്നു, നാവ് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്നെയൊക്കെ ഏറ്റവും അധികം ആകർഷിച്ച എൻ്റെ ഒരു ക്യാൻഫറിൻ്റെ ഉപയോഗത്തിൽ, ദ ജനറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ് ഓഫ് എ ക്യാൻഫർ പേഷ്യൻ്റ് ഈസ് കോൾഡ്നെസ്. ക്യാൻഫർ പേഷ്യൻ്റെ പൊതുവെ അയാളുടെ സ്ഥായിയായിട്ടുള്ള, അയാളുടെ സ്വാഭാവികമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ തണുപ്പാണ്, തണുത്തിരിക്കുക. ആൻഡ് എക്സ്ട്രീം സെൻസിറ്റീവ് ടു കോൾഡ്, തണുപ്പിനോട് അങ്ങേറ്റ സംവേദനക്ഷമത. നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ നേപ്പാളിൽ അധ്യാപനത്തിന് പോയ സമയത്ത് ക്യാൻഫർ കൈ കരുതി എന്ന് പറയില്ലേ, കാരണം ഇതാണ്, അങ്ങേറ്റം സംവേദനക്ഷമത. അതാണ് എൻ്റെ ജനറൽ കണ്ടീഷൻ. ഇൻ അക്യൂട്ട് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഹീസ് കോൾഡ് ആൻഡ് വാൺസ് ദ കവേഴ്സ് ഓഫ്. പക്ഷേ അക്യൂട്ട് കണ്ടീഷൻസിൽ അയാൾക്ക് തണുപ്പ് വേണം. നമ്മൾ നേരത്തെ കണ്ട പോലെ അയാൾക്ക് ആവരണങ്ങൾ മാറ്റണം. ഇത് തണുപ്പ് വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് പല ലെയർ ജാക്കറ്റും ബൂട്ട്സും ഒക്കെ ഇട്ട് തലയിൽ തൊപ്പി, മങ്കിക്യാപ്പ്, മഫ്ലർ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് പോയത്. പക്ഷെ അത് മാറ്റണമെന്നുള്ള ആ ഒരു ക്യാൻഫർ കണ്ടീഷനൊന്നും എനിക്കില്ലായിരുന്നു. എപ്പോഴും കവർ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇതിൻ്റെ ഒരു അക്യൂട്ട് ഇൻഫ്ലമേറ്ററി കണ്ടീഷനിൽ ക്യാൻഫറിൽ പുതപ്പും മറ്റ് ഉടുപ്പും ഒക്കെ മാറ്റണമെന്നുള്ള ചിന്തയാണ്. ഇൻ അക്യൂട്ട് കംപ്ലൈൻറ്റ്സ് ദർ ഈസ് വയലൻറ്റ് തേഴ്സ്റ്റ്. ആഴ്സനിക്കുമായിട്ടുള്ള കമ്പാരിസൺ വരികയാണ്. അക്യൂട്ട് കണ്ടീഷനിൽ ക്യാൻഫറിൽ അതിരൂക്ഷമായ ദാഹമുണ്ട്. ഇൻ ക്രോണിക് കംപ്ലൈൻറ്റ്സ് തേഴ്സ്റ്റ്ലെസ്നെസ്. സ്ഥായിയായിട്ടുള്ള സ്വഭാവമാണെങ്കിലോ ദാഹമില്ലായ്മയാണ്. ഇറ്റ് ഈസ് ദ സെയിം ഇൻ ആഴ്സനിക്. ആഴ്സനിക്കിൻ്റെ കാര്യത്തിലും ഇൻ ദ അക്യൂട്ട് തേഴ്സ്റ്റി ബട്ട് ഇൻ ദ ക്രോണിക് തേഴ്സ്റ്റ്ലെസ്. ആഴ്സനിക്കിൻ്റെ കാര്യത്തിൽ ഒരല്പം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം ശമിക്കും. ക്യാൻഫറിൽ അങ്ങനെ പറയുന്നില്ല, അങ്ങനെ വ്യത്യാസമുണ്ട്. ഇൻ ക്യാൻഫർ ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു റീകാൾ ഈസ് ദ അക്യൂട്ട് ഈസ് ദാറ്റ് ഡ്യൂറിങ് ദ ഹീറ്റ് ആൻഡ് വെൻ ദ പെയിൻസ് ആർ ഓൺ ഹി വാണ്ട്സ് ടു ബി കവേർഡ് അപ്പ്. ക്യാൻഫറിൻ്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. അത് വളരെ സങ്കീർണമായ അവസ്ഥയാണ്, അത് ശരിക്കും മനസ്സിലാക്കണം. അക്യൂട്ട് കണ്ടീഷനിൽ ഡ്യൂറിങ് ഹീറ്റ്, ചൂടുള്ള സമയത്ത്, ചൂടങ്ങനെ വരാറില്ലെന്ന് പറഞ്ഞു, ഒരു പനി വന്നു, പനിയുടെ കണ്ടീഷനിൽ ക്യാൻഫർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു.
ആൻഡ് വെൻ ദ പെയിൻസ് ആർ ഓൺ. ഇനി വേദനകളുള്ളൊരു സമയം, അങ്ങനത്തെ ഒരു സമയം കൂടി ചിന്തിക്കുക. ആ ഒരവസ്ഥയിൽ ഹി വാണ്ട്സ് ടു ബി കവേർഡ് അപ്പ്. ആ അവസ്ഥയിൽ അയാൾക്ക് മൂടി പുതക്കണം. കണ്ടോ, സംഖ്യ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എപ്പോഴാണ് കവർ മാറ്റേണ്ടത്, വസ്ത്രം മാറ്റേണ്ടത്, എപ്പോഴാണ് വസ്ത്രം ഇടേണ്ടത്, അക്യൂട്ട് കണ്ടീഷൻ, ക്രോണിക് കണ്ടീഷൻ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുക. അതിന് കൃത്യമായ ഇൻഡിക്കേഷൻ നോക്കി നമുക്ക് ഈ പറയുന്ന ഔഷധങ്ങളെ ഇൻഡിവിജ്വലൈസ് ചെയ്ത് കൃത്യമായ ഔഷധം കൃത്യമായ സന്ദർഭങ്ങളിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ദ കോൾഡ്നെസ് ഈസ് റിലീവ്ഡ് ബൈ കോൾഡ്. ഉണ്ടോ, ഉഷ്ണേന ശാന്തി എന്ന് പറയുന്ന പോലെ ശീതം ശീതേന ശാന്തി. ദ കോൾഡ്നെസ് ഈസ് റിലീവ്ഡ് ബൈ കോൾഡ്. ഹി വാണ്ട്സ് മോർ കോൾഡ്. അയാൾക്ക് കൂടുതൽ കോൾഡ് വേണം. അതാണ് അതിൻ്റെ പൊതു അവസ്ഥ. പക്ഷേ പനിയുള്ളപ്പോഴോ വേദന ഉള്ളപ്പോഴോ അയാൾക്ക് മൂടിപ്പുതച്ചിരിക്കണം. അങ്ങനെ ആ ഒരു സങ്കീർണാവസ്ഥയെ എൻ്റെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ക്യാംഫറിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. നിങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിലോ അത്തരം പ്രദേശങ്ങളിൽ ഒക്കെ പോവുകയാണെങ്കിൽ, അവിടെയൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ക്യാംഫറിൻ്റെ ഉപയോഗം കൂടുതലായിരിക്കും. നമുക്കിനി ഈ ഒരു റിലേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ആൻറ്റി ക്രൂഡ്, ആൻറ്റി കാർബ്, അമോണിയം കാർബൊക്കെ കണ്ടു കഴിഞ്ഞതാണ്. നമുക്ക് അതിൻ്റെ കോളറയിലെ കമ്പാരിസൺ വെച്ചുകൊണ്ട് നമുക്ക് കുപ്രം മെറ്റാലിക്കത്തിലേക്ക് പോകാം. കുപ്രമായിട്ട് സാദൃശ്യം നമ്മൾ കണ്ടതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കുപ്രം മെറ്റാലിക്ക എന്ന അധ്യായം നമുക്ക് മനസ്സിലാക്കാൻ ആരംഭിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.